കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ടു ലേൺവൈസ് ഇഗ്നോ ഫോക്കസ് 4.0. ഇഗ്നോ മുൻകാല അൾട്ടിമേറ്റ് ചോദ്യപേപ്പർ അനാലിസിസ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് BA ഹിസ്റ്ററിയുടെ പേപ്പർ ആയിട്ടുള്ള BHIC 103 എന്ന് പറയുന്ന പേപ്പറാണ്. സോ നമുക്കറിയാം, നമ്മുടെ ടേമിന്റെ എക്സാമിനേഷൻസ് അപ്രോച്ച് ആയിരിക്കുകയാണ്. BHIC 103 എന്ന് പറയുന്ന പേപ്പർ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ സെക്കൻഡ് എന്ന് പറയുന്ന പേപ്പറാണ്. ഈ ഒരു പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺസ്, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, അതിന് എത്രത്തോളം ഫ്രീക്വൻസി ഉണ്ട്, എത്രത്തോളം റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അങ്ങനെ ഫോക്കസ് ചെയ്ത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പർട്ടിക്കുലർ സെക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. സോ നമ്മൾ ഈ സെക്ഷനിലൂടെ നോക്കാനായിട്ട് പോകുന്നത് പറഞ്ഞാൽ സിലബസ് മാപ്പിംഗ്, സിലബസ് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസ് ആയിട്ട് റെക്കറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സുകളാണ് നോക്കാനായിട്ട് പോകുന്നത്. പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസിലൂടെ നമ്മൾ നോക്കുന്നത് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഫോമാറ്റ്സ് ആൻഡ് ടൈപ്സ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ട്രെൻഡ്സ് ഒക്കെയാണ് നോക്കുന്നത്. റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂയിലൂടെ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ എക്സാമിന്റെ ഫ്രീക്വൻസി ഓഫ് അപ്പിയറൻസ് എത്രയാണ്, ക്ലാരിറ്റി എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കും. ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷനിലൂടെ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് എക്സാം പാറ്റേണിൽ വരാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ആ ഒരു സെക്ഷനിലൂടെ നമ്മൾ നോക്കുന്നത്. സോ മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പറിലൂടെ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് അപ്കമിംഗ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മോക്ക് പേപ്പർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും എന്താണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു സെക്ഷൻ വഴിയിട്ട് ലേണേഴ്സിന് കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയും അതോടൊപ്പം നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും വളരെ ക്ലിയർ ആയിട്ടും സക്സസ്ഫുൾ ആയിട്ടും എക്സാം എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. സോ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് വിത്ത് എക്സാം റെലവൻസ് നോക്കുമ്പോൾ ഇവിടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക്, അപ്പിയറൻസ്, റെലവൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 വന്നത് സുങ്കാസ് ആൻഡ് കുജാനാസ് എന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 8 തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. രണ്ടാമത് വന്നിട്ടുള്ള ബ്ലോക്ക് 1 യൂണിറ്റ് 2 സാതവാഹനാസിന്റെ ക്വസ്റ്റ്യൻ, അത് ആ ഒരു ടോപ്പിക് വരുന്നതെന്ന് പറയുന്നത് 10 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഏർലി സ്റ്റേറ്റ് ഫോർമേഷൻ തമിഴകം, അത് 12 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 അഗ്രീരിയൻ സെറ്റിൽമെന്റ് ടിനായി കോൺസെപ്റ്റ്, അത് 9 തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 5 ട്രേഡ് ആൻഡ് അർബനൈസേഷൻ 200 BCE to 300 CE വരെ വരുന്നത്, അത് 13 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 ഗുപ്ത എംപയർ അഡ്മിനിസ്ട്രേഷൻ എക്കോണമി, 10 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 7 പോസ്റ്റ് ഗുപ്ത കിങ്ഡംസ് നോർത്ത് ഇന്ത്യ, 7 തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 8 ഹർഷാസ് ആൻഡ് കനൂജ്, അത് 8 തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 9 ഡെക്കാൻ ആൻഡ് സദേൺ കിങ്ഡംസ് ചാലുക്യാസ് ആൻഡ് പല്ലവാസ്, 9 തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 10 ട്രേഡ് ആൻഡ് അർബനൈസേഷൻ ഏർലി മീഡിയവൽ പീരീഡ്, 11 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 11 സ്റ്റേറ്റസ് ഓഫ് വുമൺ, 12 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 12 ക്രാഫ്റ്റ് ആൻഡ് ക്രാഫ്റ്റ്സ് പേഴ്സൺസ്, 10 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 13 പുരാണിക് ഹിന്ദുയിസം ആൻഡ് ഭക്തി മൂവ്മെന്റ്, 11 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 14 ലിറ്ററേച്ചർ പ്രാകൃത് പാലി എപ്പിക്സ് പുരാണാസ്, 8 തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 15 സ്കൾപ്ചർ ആർക്കിടെക്ചർ പോസ്റ്റ് മൗര്യൻ ടു പല്ലവാസ് വരെ ഉള്ളത്, 10 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 16 സയൻസ് ആൻഡ് ടെക്നോളജി ആര്യഭട്ട അസ്ട്രോണമി, 7 തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 17 എക്കോണമി ആൻഡ് ട്രേഡ് പോസ്റ്റ് ഗുപ്ത പീരീഡ്, അത് 9 തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 18 എൻവയോൺമെന്റ് ആൻഡ് റിസോഴ്സസ്, 4 തവണ വന്നിട്ടുള്ള ലോ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിന്റെ സ്കോറിംഗ് റൂൾസ് എടുക്കുമ്പോൾ ഹൈ റെലവന്റ് ആണെങ്കിൽ 10 തവണയും, അതേപോലെ തന്നെ 10ന് മുകളിൽ വന്നിട്ടുള്ളത്, മീഡിയം റെലവന്റ് ആണെങ്കിൽ 5 മുതൽ 9 തവണ വന്നിട്ടുള്ളത്, ലോ റെലവന്റ് ആണെങ്കിൽ 5ന് താഴെ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതിനകത്തുള്ള ഒരു വിഷ്വലൈസേഷൻ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എക്സ് ആക്സിൽ വരുന്നത് ബ്ലോക്ക് 1 മുതൽ 4 വരെയും, വൈ ആക്സിൽ വരുന്നത് തന്നെ എത്ര ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതിനകത്ത് ആ ഒരു ഹീറ്റ് മാപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കളർ ഇൻഡിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡാർക്കർ കളറിൽ വന്നിട്ടുള്ളതാണ് റിപ്പീറ്റഡ് ആയിട്ട്, കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.
സോ നമ്മൾ അതിന്റെ കീ ഇൻസൈറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്കിവിടെ ടോപ്പിക്കുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ട്രേഡ് ആൻഡ് അർബനൈസേഷൻ, അതായത് 200 BCE ടു 300 CE വരെ ഏർലി മിഡീവൽ പീരീഡിലുള്ള ട്രേഡ് ആൻഡ് അർബനൈസേഷന്റെ ടോപ്പിക്കാണ്. അതിനകത്ത് ഹിസ്റ്റോറിക്കൽ ട്രാൻസിഷനും റീജിയണൽ ആയിട്ടുള്ള എക്കണോമിക്സും ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി ഏർലി സ്റ്റേറ്റ് ഫോർമേഷൻ തമിഴകം നോക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് സോഷ്യോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് സൗത്ത് ഇന്ത്യയിൽ വന്നിട്ടുള്ളത് വേണം കൊടുക്കാനായിട്ടുള്ളത്. ഇനി സ്റ്റേറ്റസ് ഓഫ് വുമൺ ഫ്രം 200 BCE ടു 800 CE നോക്കുമ്പോൾ അതിന്റെ കോംപ്ലക്സിറ്റി, സൊസൈറ്റിയൽ റോൾസ്, അതിന്റെ സോഴ്സസ്, എപ്പിക്സ്, ഇൻസ്ക്രിപ്ഷൻസ് ആണ് അതിനകത്ത് കൊടുക്കാനായിട്ടുള്ളത്. ഇനി കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസിലൂടെ വരുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് ഡിസംബർ 2021 മുതൽ ഡിസംബർ 2024 വരെയാണ്. അതിനകത്ത് പ്രൈമറിലി 2 ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് എസ് ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, രണ്ടെന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. എസ് ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ടിപ്പിക്കൽ മാർക്ക് അലോക്കേഷൻ വരുന്നത് 20 മാർക്കിനാണ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 400 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 10 മാർക്കിനാണ് വരുന്നത് ഓരോ പെർ ക്വസ്റ്റ്യനും. അപ്പൊ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 200 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സിന്റെ ഡിസ്ക്രിപ്ഷൻ വരുമ്പോൾ എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അനലിറ്റിക്കൽ ആയിട്ട് ഡെപ്ത് ആയിട്ട് ക്ലാരിറ്റിയോട് കൊടുക്കുക, അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ്സ് പ്രൊവൈഡ് ചെയ്യുക, സ്ട്രക്ചർഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് കൊടുക്കുക, ക്രിട്ടിക്കൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, ഇൻട്രൊഡക്ഷനും ബോഡിയും കൺക്ലൂഷൻ പാർട്ടും വളരെ കൺസൈസ് ആയിട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആസ്പെക്ട്സ് കവർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ടുള്ളത്. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ അത് 200 വേർഡ്സിന് 10 മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻ ആകുമ്പോൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ലെങ്തി ആയിട്ട് പോവേണ്ട കാര്യമില്ല. വളരെ കൺസൈസ് ആയിട്ട് നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് മാത്രമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് നോക്കുമ്പോൾ ഡിസംബർ 2021 ജൂൺ 2022 ഡിസംബർ 2022 ബ്ലോക്ക് വൈസ് അനാലിസിസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്ലോക്ക് 1 നോക്കുമ്പോൾ ഈ പറയുന്ന 3 വർഷവും 40 മാർക്കിനാണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 2 നോക്കുമ്പോൾ ഈ 3 വർഷവും 20 മാർക്കിനാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ബ്ലോക്ക് 3ഉം ബ്ലോക്ക് 4ഉം അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 20 മാർക്സിനാണ് ഓരോ തവണയും വന്നിട്ടുള്ളത്. ഇനി നമ്മൾ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത് നോക്കാം. എക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി പാറ്റേൺ ഹൈലൈറ്റ്സിലോട്ട് പോകുമ്പോൾ എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നത്. കാരണം 80% എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 20% ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇപ്പം നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 3 അവർ ആണ്. ഈ 3 അവറിനുള്ളിൽ വേണം ഈ 100 മാർക്കിനുള്ള എക്സാം എഴുതാനായിട്ടുള്ളത്. അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട് 30-35 മിനിറ്റ് ആണ് കിട്ടുന്നത്. അതിനകത്ത് പിന്നെ വരുന്ന ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നിങ്ങൾക്ക് എടുത്ത് എഴുതാവുന്നതാണ്. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാനായിട്ട് നിങ്ങൾക്ക് ടൈം എടുക്കാവുന്നതാണ്. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്. നമ്മുടെ ഇവിടെ ഒരു 10 റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് കവർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് മാക്സിമം മാർക്ക് ഈ ഒരു പേപ്പറിൽ സ്കോർ ചെയ്യണമെങ്കിൽ മസ്റ്റ് ആയിട്ട് 10 റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാനുള്ളത്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ ഏർലി സ്റ്റേറ്റ് ഓഫ് ഫോർമേഷൻ ഇൻ തമിഴകം. 6 തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹു ആർ കുഷാനാസ് ഡിസ്കസ് ദെയർ അച്ചീവ്മെന്റ്സ്. അപ്പിയറൻസ് 6 തവണയാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഡിസ്കസ് ദ ട്രേഡ് ആൻഡ് അർബനൈസേഷൻ ബിറ്റ്വീൻ 200 BCE ടു 300 CE. അപ്പിയറൻസ് എന്ന് പറയുന്നത് 5 തവണയാണ്. 4 എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ ഗുപ്ത അഡ്മിനിസ്ട്രേഷൻ. അപ്പിയറൻസ് എന്ന് പറയുന്നത് 5 തവണയാണ്. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഡിസ്കസ് ദ പുരാണിക് ഹിന്ദുയിസം. 5 തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. 6ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റസ് ഓഫ് വുമൺ ബിറ്റ്വീൻ 200 BCE ടു 800 CE. അപ്പിയറൻസ് വരുന്ന 5 തവണയാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻസ് തന്നെ ഡിസ്കസ് ദ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഇൻ ഏർലി മിഡീവൽ പീരീഡ്. അപ്പിയറൻസ് എന്ന് പറയുന്നത് 4 തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഡിസ്ക്രൈബ് ദ എമർജൻസ് ഓഫ് ദ കിങ്ഡംസ് ഇൻ ദ ഡെക്കാൻ ആൻഡ് സൗത്ത് ഇന്ത്യ പോസ്റ്റ് ഗുപ്ത. 4 തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ആൻഡ് നോട്ട് ഓൺ ഹർഷ ആൻഡ് ദ റൈസ് ഓഫ് കനൂജ്. 4 തവണ വന്നിട്ടുള്ളതാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഡിസ്കസ് ദ ആർക്കിടെക്ചർ ആൻഡ് കൾച്ചർ ഓഫ് പോസ്റ്റ് മൗര്യ ടു പല്ലവാസ്. 4 തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അതിന്റെ ഫ്രീക്വൻസി ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റസ് ഓഫ് ദ വുമൺ ബിറ്റ്വീൻ 200 BCE ടു 800 CE വരുന്നതെന്ന് പറയുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 11 5 തവണ വന്നിട്ടുള്ള 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ദ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഇൻ ദ ഏർലി മിഡീവൽ പീരീഡ്. ബ്ലോക്ക് 3 യൂണിറ്റ് 12 4 തവണ വന്നിട്ടുള്ള 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്.
ഡിസ്ക്രൈബ് ദി എമർജൻസ് ഓഫ് ദ കിങ്ഡംസ് ഇൻ ദ ഡെക്കാൻ ആൻഡ് സൗത്ത് ഇന്ത്യ പോസ്റ്റ് ഗുപ്ത. ബ്ലോക്ക് 2 യൂണിറ്റ് 9 4 തവണ വന്നിട്ടുള്ള 20 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഇനി സ്ട്രാറ്റജിക് പാനൽ അഡ്വൈസ് പറയുകയാണെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾ ആൻസറിന്റെ ഔട്ട്ലൈൻ എടുക്കാനും സ്ട്രക്ചർ ചെയ്യാനും എടുക്കുക. ബാക്കി ഒരു 30 മിനിറ്റ്സ് റൈറ്റ് അപ്പ് ചെയ്യാനായിട്ട് എടുക്കുക. ഓരോ ക്വസ്റ്റനും പർട്ടിക്കുലർ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് ടൈം എടുത്ത് അതിന്റെ കീ പോയിന്റ്സും എക്സാമ്പിൾസും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള വിഷ്വലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. 49% റിപ്പീറ്റഡ് ആയിട്ടുള്ള 10 ക്വസ്റ്റൻസ് ആണ് വരുന്നത്. ബാക്കി എന്ന് പറയുന്നത് 51% അതർ ക്വസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പൊ അതിന് ടോപ്പിക് പ്രോബിലിറ്റി പ്രൊഡിക്ഷൻ അനാലിസിസിലോട്ട് നമ്മൾ മൂവ് ചെയ്യണം. ടോപ്പിക് പ്രോബിലിറ്റി പ്രൊഡിക്ഷൻ അനാലിസിസ് എടുക്കുന്ന സമയത്ത് ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക്, അപ്പിയറൻസ്. ബ്ലോക്ക് 3 യൂണിറ്റ് 11 സ്റ്റേറ്റസ് ഓഫ് വുമൺ 5 തവണ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 12 ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ 4 തവണ വന്നിട്ടുള്ളതാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 13 പുരാണിക് ഹിന്ദുയിസം 5 തവണ വന്നിട്ടുള്ളതാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 14 ലിറ്ററേച്ചർ 3 തവണ വന്നിട്ടുള്ളതാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 15 അതായത് സ്കൾപ്ചർ ആൻഡ് ആർക്കിടെക്ചർ 4 തവണ വന്നിട്ടുള്ളതാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 16 സയൻസ് ആൻഡ് ടെക്നോളജി 3 തവണ വന്നിട്ടുള്ളതാണ്. സോ അതിന്റെ കീ ജസ്റ്റിഫിക്കേഷൻ ഫുഡ് നോട്ട്സ് നോക്കുമ്പോൾ ഹൈ ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് 70% മുകളിൽ വന്നത്, മീഡിയം ടോപ്പിക് എന്ന് പറയുന്നത് 40 മുതൽ 69% വന്നിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 40 to 69% വന്നിട്ടുള്ള ടോപ്പിക്കാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. കുഷാനാസ് ആൻഡ് ഷങ്കാസ് 86% അതിന്റെ ഒരു ചാൻസ് ഉണ്ട്. 7 പേപ്പർ എടുത്ത് 6 തവണയെങ്കിലും കുഷാനാസ് ഷങ്കാസ് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ തമിഴകം നോക്കുകയാണെങ്കിൽ അത് 86% ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ശാതവാഹനാസ് എടുക്കുകയാണെങ്കിൽ 71%. അതായത് അതിന്റെ ഡെക്കാൻ ഹിസ്റ്ററിയുടെ ഇമ്പോർട്ടൻസ് ആണ് ശാതവാഹനാസിന് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ട്രേഡ് 200 BCE to 300 CE എടുക്കുമ്പോൾ 71% ചാൻസ് ഉണ്ട് അതിന്റെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്. ഗുപ്ത അഡ്മിനിസ്ട്രേഷൻ എടുക്കുമ്പോൾ 79% ചാൻസ് ഉണ്ട് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ്. മിഡീവൽ ട്രേഡ് ആൻഡ് അർബനൈസേഷൻ എടുക്കുമ്പോൾ 79% ചാൻസ് ഉണ്ട് അതിന്റെ ട്രാൻസാക്ഷണൽ എക്കണോമിക് ഷിഫ്റ്റ്സ്. സ്റ്റേറ്റസ് ഓഫ് വുമൺ എന്ന് പറഞ്ഞാൽ 79% വരുന്നുണ്ട് അതിന്റെ സോഷ്യൽ ഹിസ്റ്ററി ഇമ്പോർട്ടൻസ്. പുരാണിക് ഹിന്ദുയിസം എടുക്കുമ്പോൾ 71% വരുന്നുണ്ട് അതിന്റെ റിലീജിയസ് ഡെവലപ്മെന്റ്. ലോ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുമ്പോൾ 40% താഴെ വരുന്നതാണ്. ഇനി പ്രയോറിറ്റി ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഹൈ പ്രയോറിറ്റീസിന് 70% മുകളിലുള്ള ടോപ്പിക്സുകൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവാം. ഇനി മീഡിയം പ്രയോറിറ്റി ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ കുഷാനാസ്, ശങ്കാസ്, തമിഴകം, ശാതവാഹനാസ് ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്സേ ഔട്ട്ലൈൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. കീ ആയിട്ടുള്ള എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യണം. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാവുന്നതാണ് എന്തൊക്കെ എഴുതണം എന്നുള്ളത്. എക്സാമിന് ഡിസ്കസ് ചെയ്യാന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് അല്ലാതെ എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാം എന്തൊക്കെ ടോപ്പിക്കുകൾ നമ്മൾ ഈ ഒരു ടോപ്പിക് പർട്ടിക്കുലർ വന്നു കഴിഞ്ഞാൽ എഴുതുന്നുള്ളത്. അതേപോലെ തന്നെ ട്രേഡ് എന്ന് പറയുമ്പോൾ 200 BCE to 300 CE വരെ ഗുപ്ത അഡ്മിനിസ്ട്രേഷന്റെ വരുന്നുണ്ട്. അതിന്റെ ഫ്ലോ ചാർട്ടുകൾ അതിന്റെ ആ ഒരു റിവൈസ് ആയിട്ട് കൺസൈസ് സമ്മറീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ ട്രേഡ്, മിഡീവൽ ട്രേഡ്, അർബനൈസേഷൻ, സ്റ്റേറ്റസ് ഓഫ് വുമൺ ആൻഡ് പുരാണിക് ഹിന്ദുയിസം എടുക്കുമ്പോൾ അതിന്റെ ഫ്ലാഷ് കാർഡ്സ്, മേജർ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സുകൾ അതൊക്കെ നമ്മളൊന്ന് റീകാൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ലോ പ്രയോറിറ്റി ടോപ്പിക്സിൽ വരുന്നതാണ് ലിറ്ററേച്ചർ, സ്കൾപ്ചർ ആൻഡ് ആർക്കിടെക്ചർ, സയൻസ് ആൻഡ് ടെക്നോളജി, പോസ്റ്റ് ഗുപ്ത കിങ്ഡംസ്, ഹർഷ ആൻഡ് കനോജ്, കാഫ് പ്രൊഡക്ഷൻ, തിനായി കോൺസെപ്റ്റ്, ഡെക്കാൻ കിങ്ഡംസ്. ഇതൊരു ക്വിക്ക് റിവിഷൻ ആയിട്ട് ബുള്ളറ്റ് പോയിന്റ്സിൽ നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്യാം. സോ ഇതിന്റെ വിഷ്വൽ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിഷ്വൽ ഇൻഡിക്കേറ്റർ നോക്കുമ്പോൾ ഗ്രീൻ കളറിൽ വരുന്നതാണ് ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്, യെല്ലോ കളറിൽ വരുന്നതാണ് മീഡിയം റെലവൻസ് വരുന്നത്, ലോ റെലവന്റിൽ വരുന്ന ടോപ്പിക് ആണ് അതിനെ റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ലിറ്ററേച്ചർ, സ്കൾപ്ചർ, ആർക്കിടെക്ചർ, സയൻസ് ആൻഡ് ടെക്നോളജി, ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, പോസ്റ്റ് ഗുപ്ത കിങ്ഡംസ്, ഹർഷ ആൻഡ് കനോജ്, തിനായി കോൺസെപ്റ്റ്, ഡെക്കാൻ കിങ്ഡംസ് വളരെ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. സെക്കൻഡ് കാറ്റഗറിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് കുഷാനാസ്, സംഘാസ്, സ്റ്റേറ്റ് ഫോർമേഷൻ, തമിഴകം, ശാതവാഹനാസ്, ട്രേഡ്, ഗുപ്ത അഡ്മിനിസ്ട്രേഷൻ, മിഡീവൽ ട്രേഡ്, ഓർഗനൈസേഷൻ, സ്റ്റാറ്റസ് ഓഫ് വുമൺ ആൻഡ് പുരാണിക് ഹിന്ദുയിസം. സോ നമ്മൾ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് മൂവ് ചെയ്യാണ്. പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ഗവൺമെന്റ് എക്സാമിനേഷൻ ജൂൺ 2025 BHIC 103 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ സെക്കൻഡ് ടൈം അലോക്കേറ്റഡ് 3 hours maximum mark 100. Note, attempt any 5 questions in about 400 words each. Attempt at least 2 questions from each section and all questions carries equal marks. So the question number 1 from the section 1, question number 1 for 20 marks. Discuss the territorial control and the religious policy of the Kushana rulers with a special reference to Kanishka's contribution. Support your answer with the relevant historical examples. Block 1, Kushanas and Sanghas. Question number 2 for 20 marks. Evaluate the factors contributing to the urbanization and trade during the 200 BCE to 300 CE. Include the examples of the major ports and trade commodities involved. Block 1, trade networks and urbanization. Question number 3 for 30 marks. Question number 3 for 20 marks. Analyze the social and political evolution leading to the formation of the early states in Tamilagam. Referencing the role of echo zones. Provide the specific historical evidence. Block 1, early state formation in Tamilagam. Question number 4 for 10 marks each. It's a short answer type of question. Discuss the short notes on any two of the following in about 200 words each. Question number 4, part A, administrative organization of the Satavahanas. Block 1, Satavahanas. B, features of the Gupta administration. Block 2, Gupta administration. C, Tinai concept and its decline. Block 1, agriculture settlements, agrarian settlements and societies. D, regional powers in the post-Gupta North India. Focus on Maurikyas and the later Guptas. Block 2, post-Gupta kingdoms. Section number 2, question number 5 for 20 marks. Examine the status and role of the woman from
200 BCE to 800 CE, highlighting the changes observed in the marriage practices, property rights, and education with suitable historical data. Block 3, status of women. Question number 6 for 20 marks. Discuss the revival and transformation of the urban centers and the trade networks in early medieval India, providing at least three specific examples of the emerging trade cities. Block 3, trade and urbanization. Question number 7 for 20 marks. Analyze the distinctive features and historical significance of the Puranic Hinduism, focusing specifically on the Vaishnavism and Shaivism. Use the examples from the inscriptions and the textual sources. Block 3, Puranic Hinduism. Question number 8, write a short note on any two of the following in about 200 words each, and each part carries 10 marks each. Question number 8, A section, craft production organization in the early medieval South India. Block 3, crafts and craftspersons. B, contribution of the Aryabhatta and Barahamira to the astronomy. Block 4, science and technology. C, evolution of the culture and architecture from the Gupta to the Pallava period. Block 4, sculpture and architecture. D, key features and historical importance of the Bhakti movement. Block 3, religion and religious practices. So നിങ്ങൾക്ക് ഈ സെക്ഷൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം ഫ്രം ദ ലേൺവൈസ് ആൻഡ് ദ ടീം. താങ്ക് യു.